വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈവനിങ് വ്ളോഗാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമയം കൃത്യം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈവനിങ് 3 മണി തൊട്ടിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള രാത്രി വരെയുള്ളൊരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ഏട്ടാ, ഒരു അണ്ടി പോയി അണ്ണാനെ കാണിച്ചത് ഞാൻ 3 മണിക്കാണ് ഈ ഫ്ലാഷ്. 3 മണിക്കാണ് ഏട്ടൻ ചോറിനായിരിക്കുന്നത്. എന്താ ഏട്ടാ കുട്ടിനെ ഇഷ്ടമില്ലാത്തത്? ഞാൻ ചോറൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ചോറിട്ടിട്ടില്ല. അത് വേറൊരു കാര്യം. ഇങ്ങനെ പിന്നെ ഞാൻ ഏട്ടനോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്ത് മറ്റേ ക്യാപ്ഷൻസ് എഴുതുമ്പോ കറക്റ്റായിട്ട് എഴുതണം. ഏട്ടൻ തന്നെ ഒരു 3-4 ദിവസം മുന്നത്തെ ഒരു ഷോർട്സിന്റെ ഇത് ശരിക്കും ഓൺ സെറ്റാണോ? ഓക്കെ 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 അപ്പൊ ഞാൻ ഏട്ടനോട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ ഞാൻ വേറെ സെറ്റായിരിക്കും. അല്ലല്ല എങ്ങനെയോ തെറ്റിപ്പോയിന്നാണ് അത്. ടൈപ്പ് ചെയ്തിട്ടത് കൊടുക്കുമ്പോ സെറ്റ് പോയിന്നാണ്. മറ്റേ എന്താണ് കോക്കനട്ട് റൈസ് എന്നുള്ള റൈസ് എന്നാണ് എഴുതുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഏട്ടനോട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കൊടുത്തു. ഏട്ടൻ തന്നെയാണ് എന്താ മേടിച്ചു പറഞ്ഞു കോക്കനട്ട് റൈസ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഏട്ടനത് ടൈപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. ഇന്നിപ്പോ ഞാൻ ഇന്ന് ഇരുന്നിട്ട് വെറുതെ കമന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. എന്റെ ലഞ്ച് ബോക്സിന്റെ വീഡിയോ ഒക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി. അല്ല, ഞാൻ ബാക്കിലേക്കൊക്കെ പോയപ്പോഴാണ് കണ്ടത് റൈസ് എന്നുള്ള ഒരാള് റൈസ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ ആൾക്കാർ ഇന്നെ പറയണത്, നീയാണോ അടി റാങ്ക് ഹോൾഡർ, നീയാണോ ടീച്ചർ ആവാൻ പഠിച്ചതെന്ന് വെച്ചിട്ട് ആൾക്കാർ ഇന്നിച്ച് പറയുന്നത്. എന്താട്ടങ്ങള് കാരണല്ലേ ഞാനിത് കേൾക്കേണ്ടി വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നീ. ഓക്കെ ശരിയാട്ടാ, ആ ഒരു ധൈര്യം തന്നെയാണല്ലോ, അതാണ് കാര്യം. ഇനി ശ്രദ്ധിച്ചിട്ടുള്ള എന്നോട് കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും. അങ്ങനെ കേസ് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തെറ്റുകൾ പറ്റാറുണ്ട്. ഏട്ടൻ തന്നെയാണ് ഇവിടെ തമ്പലേനെ ആക്കുന്നതും മറ്റേ എന്താണ് ക്യാപ്ഷൻസ് ആക്കുന്നതൊക്കെ റെഡിയാക്കുന്ന ആളെ ഏട്ടനാണ്. പക്ഷെ ഇടയ്ക്ക് ഏട്ടൻ ഇങ്ങനത്തെ ഒരു ശ്രദ്ധിക്കാണ്ട് ചെയ്യുമ്പോഴാണ് ഏട്ടൻ ഇങ്ങനത്തെ ഒരു പൊട്ടത്തരങ്ങളായിട്ട് പറ്റാറുണ്ട്. പെട്ടെന്ന് ഏട്ടൻ എന്തെങ്കിലും കാണിച്ചാൽ അങ്ങനെ ചെയ്യില്ലേ, എഴുതില്ലേ, അങ്ങനെ എഴുത്തില്ല ഏട്ടൻ സംഭവിക്കാറുണ്ട്. അതിന് പറയാം, ഹർബറി ആവുന്ന ടൈമിൽ ഏട്ടന് ഇങ്ങനെ വായത്തൊന്നും പോലെ എഴുതി വെക്കും. എന്നിട്ട് പിന്നെ അതിന്റെ പഴി ഞാൻ കണ്ടു വെച്ചാൽ ചിലപ്പോൾ കൃത്യം അത് എന്റെ വീഡിയോ റെഡിയില്ലാവും. ഞാനായിട്ട് എടുത്തപ്പോൾ വീഡിയോ റെഡിയില്ലാവും. അപ്പൊ അങ്ങനെ വരിക. എന്നിട്ട് അതിന്റെ പഴി ഞാൻ കേൾക്കേണ്ടിയിരുന്നു. നിങ്ങളതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി എങ്ങനെ ശരിയാവും? ഈ നാട് മൊത്തം കുറ്റം പറയൽ കുഞ്ഞോ, അവരെ കൂട്ടത്തെ കൂടി ഞാനും പറയും. നന്നായി, എല്ലാ കോമഡി ആയിട്ടില്ല. ഇപ്പൊ സമയം എത്രയെന്ന് 3:30 ഒക്കെ. ഇപ്പഴാണ് ചോറിനാണ്. മോള് ചായ കുടിക്കുന്ന നേരത്ത് ഞാൻ ചോറിനാൻ പോണോ? തരാം. അമ്മ മാമൊന്നും ഇട്ടോ, എന്നിട്ട് മതിയാ. വാണ്ട് പൊന്നു ആടി മടുക്കാം. എവിടേക്ക് പോണേ? താട്ടനെ കൊണ്ടുവരാൻ വേണോ? ഇതരി താട്ടനെ കൊണ്ടുവരാൻ എന്താണോ? പിടിക്കോ? മോള് പിടിക്കാന്ന് കൂടാ, പിടിച്ചോട്ടാ. ചാറ്റ കൊടുക്ക് ചേച്ചി. എന്റെ ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ കോടയാണ് കേസ്. ഇങ്ങോട്ടാണോ വീട് വരണേ? വരുന്ന കിടുവനൊന്നുമില്ലേ? ഇന്ന് ബുധനാഴ്ചയാണ്, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. കിടും ഈ യൂണിഫോം ഇട്ടിട്ട് പോയത്. കാരണം തിങ്കളാഴ്ച ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്നുള്ള മൈൻഡിൽ കിടുവിന് ഈ യൂണിഫോം ഇട്ട് കൊടുത്തു. ശരിക്കും വേറെ യൂണിഫോം ആയിരുന്നു കിടുവിന്. വരുന്നു. ഉറങ്ങാണമ്മ, ഉറങ്ങ. അവനോട് മിണ്ടില്ലാന്ന്. എന്താ നീ അവിടെ മിണ്ടാത്തത്?
അപ്പോൾ ഇത് വൈകുന്നേരത്തെ അടിച്ചു വാരലാണ് കേട്ടോ. ഞാനപ്പോൾ കേട് മോളെൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഏട്ടനും അമ്മയും കൂടെ റേഷൻ പീടിയിലേക്ക് പോയതാണ്. അപ്പോൾ കേട് എന്നോട് അവനെ തെറ്റിയിട്ട് ബോക്സ് വേറെ കുട്ടീൻ്റെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ച് കൊടുത്തു എന്നാണ് കേടുന്നോട് പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുറത്തെ താത്ത ഇവിടുന്ന് പായസം കൊടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താത്ത അതിൻ്റെ ഞങ്ങൾ കൊടുത്തയച്ച പാത്രങ്ങൾ തിരിച്ചു കൊണ്ട് തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ചായ വെക്കണം. അമ്മ ഏട്ടനൊക്കെ തിരിച്ച് വരുന്നതിന് മുമ്പ് ചായയൊക്കെ വെക്കണം വെച്ചിട്ട് ചായ വെക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനും അമ്മയ്ക്കും പിള്ളേർക്കും കൂടിയുള്ള ചായ വെക്കണം. ഞാൻ ചായ കുടിക്കാറില്ല. ഞാൻ വല്ലപ്പോഴും ഞാൻ നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിർത്തിയതാണ് ഞാൻ ചായ കൂടി. പിന്നെ ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ റയറായിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 നേരം രാവിലെയും വൈകുന്നേരത്തും ചായ അവർക്കുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ കപ്പിലാക്കി തന്നെ വെക്കും കേട്ടോ. അപ്പോൾ അത് ഉമ്മൂടെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. അവൾ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ അവൾക്കൊന്ന് കൈ പിടിച്ചൊന്ന് ഉണ്ടാക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ വെറുതെ അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നോളും. അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല. എന്നെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കിട് വരുന്നുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് നോക്കി അറിഞ്ഞാൽ മതി. അതിനിടയിൽ മോള് അവൾക്ക് പൊടി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചവിടെ വീണ്ടും പിടിച്ചിരുത്തിയിരുന്നാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. എന്നാൽ പിന്നെ കിച്ചണിലത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ വലിയൊരു കോപ്പയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ മേലെ കഴിക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ചായയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ പിള്ളേർക്ക് മേലെ കഴിക്കാനായിട്ടുള്ള വെള്ളം വെച്ചു. കാരണം ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് വെള്ളം വെച്ചേക്കുവാണ്. അതൊക്കെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വെച്ചു കേട്ടോ. വേസ്റ്റൊക്കെ കളഞ്ഞ് പാത്രമൊക്കെ കഴുകാൻ വെച്ച്. കാരണം എത്ര കഴുകിയിട്ടും കാര്യമില്ല. ഇപ്പം ഒന്ന് കഴുകി അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ഒരു ലോഡ് അടുത്ത പാത്രം അവിടെ വന്ന് നിറയും. അങ്ങനെയാണ് ഞങ്ങൾ അടക്കളത്. എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞൊരു ഫീലാണ് എനിക്ക്. കാരണം ഒരുപാട് പാത്രങ്ങൾ നോക്കി കഴുകും. മനുഷ്യൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും പാത്രം കഴുകിയിട്ട്. പിന്നെ എൻ്റെ കൈക്ക് ഒരു അലർജി ഉള്ളതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകരുത്, എല്ലാം കൂടി കൂട്ടി വെച്ച് ഒരു നേരം വേണം കഴുകാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതായിരുന്നു. പക്ഷേ അതൊക്കെ വെറുതെ പറച്ചിൽ മാത്രമുള്ള കേസ്. അതൊന്നും നടക്കില്ല. അതൊന്നും ഫോളോ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാത്തതുമില്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ സിങ്കൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പിള്ളേർക്കുള്ള വെള്ളവും അതവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിളയ്ക്കല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ മേലെ കഴിച്ച് ഞാൻ ഫ്രഷ് ആക്കിയിട്ട് 2 ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മ റേഷൻ പടിയിൽ വന്നിട്ടുണ്ട്. സന്തോഷപ്പെട്ട കാര്യം പറയണ്ടേ സുന്ദരിയുടെ പേരിൽ ഫസ്റ്റ് അരി കിട്ടി റേഷൻ കട. ബിരിയാണി അണക്ക് കഴിക്കാൻ അരി കിട്ടിയോ റേഷൻ കടയിൽ? ഐസ്ക്രീം അത് അമ്മയ്ക്ക് കൂടും. അച്ഛൻ കുട്ടി നേരത്തെ തന്നില്ല അച്ഛൻ. അതെവിടെ? നേരത്തെ ഐസ്ക്രീമും ഒക്കെ തന്നില്ല അച്ഛനെ. മുട്ടായി ഒക്കെ എന്തിനാ അതെവിടെ? പിങ്കിൾസോ? അച്ഛൻ വാങ്ങിട്ട് വരാം. ഇവിടെ നിൽക്കുക. അച്ഛൻ വേഗം വാങ്ങിട്ട് വരാം കേട്ടോ. ഇവിടെ നിൽക്കുന്നത് പിടിച്ചാ ഈ ഫോണും പിടിച്ചാ അച്ഛൻ വാങ്ങിട്ട് വേഗം വരാം കേട്ടോ. ഇത് കുട്ടി കൊണ്ടേക്ക് ഉള്ളിൽ കൊണ്ടേക്ക്. അച്ഛൻ വാങ്ങിട്ട് വരാം. അനക്ക് ഐസ്ക്രീം എന്തൊക്കെയാണ് അച്ഛൻ വാങ്ങിത്തരാം. അച്ഛൻ വാങ്ങിത്തരാം. അതിന് കൂടെ ഞാൻ പറയുന്നത് മകള് ഛർദിക്കുകയും ചെയ്തിപ്പോ. അതെ, ഛർദിച്ചോ? നീ എന്ത് ചെയ്തു? അവ നോക്കി നിന്നു. എവിടാ? പോട്ടെ ബിരിയാണി മാമ നോക്കി. ഇതാണ് ഇതാ നോക്കുക. അമ്മക്ക് സന്തോഷായി. ആർക്ക് സന്തോഷായി? ഇവോട് അരിയില്ലാത്ത കാരണം അമ്മക്ക് വിഷമായിരുന്നു 2 കൊല്ലമായിട്ട്. അപ്പൊ പറയും പോത്തോളം പോകുന്ന സുജിനെ അണക്കൊന്നും എടുത്തൂടെ? റേഷൻ കടയായിട്ട് ബന്ധം അമ്മയ്ക്ക് മാത്രമേ പദ്ധതിയുള്ളൂ. അമ്മ ഭയങ്കര കരിപ്പാണ് എന്റെ അടുത്ത്. കാരണം റേഷൻ കട താരം തൊടാൻ പാടില്ല, താകാൻ പാടില്ല. അപ്പൊ അമ്മയ്ക്കൊരു ഭയങ്കര എന്റെ അമ്മ എന്ത് പറയല്ല, ആന ചെറ്റയാണ്. അതോ നമുക്ക് എന്തായാലും അതല്ല റേഷൻ പീടിയയില് മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു തുടങ്ങാൻ അമ്മയ്ക്ക് പൊരിച്ച്. അല്ലാതെ വാങ്ങിയില്ല. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന ബിരിയാണി ഞാൻ പിള്ളേരൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവർക്ക് ഓൺ ദി സ്പോട്ടിലാണ് ഇവർ ആഗ്രഹങ്ങൾ പറയുക. പിന്നെ ഏട്ടനാണെന്ന് വെച്ച് ഇങ്ങനെ പറയും, പിള്ളേരെല്ലാവരും പറഞ്ഞ് വാങ്ങി കൊടുക്കണ്ടേ, എനിക്കോ കിട്ടിയിട്ടില്ല പിള്ളേർക്കോ കിട്ടണ്ടേ. അപ്പോൾ ഞാൻ അവർക്കുള്ള ഒരു ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ബിരിയാണി ഒരു 2 ആൾക്കും കൂടി 2 പ്ലേറ്റിലായിക്കട്ടെ ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ കെടുവിന് ലഞ്ച് ബോക്സൊക്കെ ബാഗിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്യാൻ വെച്ചേക്കാണ്ട് പിള്ളേരെല്ലാം കഴിച്ച് കാണുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ അമ്മമാരുടെ ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കെടു സ്നാക്സ് ഉള്ള വഴി കൂടെ തയ്ച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളാണ് കൂടെ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലഞ്ചിന് പാസ്തയും കുറച്ച് ആപ്പിളിൻ്റെ പീസസും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണ് കൂടെ തയ്ച്ചത്. ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ കുറച്ചേ കഴിച്ചിട്ടുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട് ആപ്പിൾ അതുപോലെ തന്നെ. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ ഈ റബ്ബർ പോലത്തെ സംഭവമില്ല, അതെടുത്ത് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ മേശയിൽ നിന്ന് ജഗ്ഗ് വെള്ളമാക്കി വെക്കുന്ന ജഗ്ഗൊക്കെ ഒന്ന് കഴുകി അതിലൊക്കെ ഒന്ന് വെള്ളമാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളമാക്കാണ്ട് ചുക്കുവെള്ളം കുറച്ചേ ഉണ്ടായിരുന്നു. രാത്രി കുറച്ച് ദിവസമായിട്ട് മഴ 2-3 ദിവസമായിട്ട് മഴയായ കാരണം വെള്ളം കൂടി വളരെ കുറവാണ്. പിന്നെ മോളും കിടുവിനൊക്കെ വേറെ കുപ്പിയുണ്ട്, എനിക്ക് വേറെ കുപ്പിയുണ്ട്. പിന്നെ ഏട്ടനും മാത്രമാണ് ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് വെള്ളമാക്കി വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. എന്താട്ടോ ഏട്ടൻ എപ്പോൾ ചോറ് കഴിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ലല്ലോ. ഏട്ടന് ചോറ് കഴിക്കാതിരിക്കണ്ട കേട്ടോ. ഏട്ടൻ എപ്പോൾ ചോറിനായിരിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. ഏട്ടന് ചോറിനായിരിക്കണ്ടാന്ന് ഞാൻ തിരക്കുള്ള മനുഷ്യന്റെ മറ്റേ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പുറത്ത് പോ. അങ്ങനെ എല്ലാവരും കമന്റ് ഉണ്ട് സുജിനയുടെ പൊന്നൂസ് എന്ത് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യണം പൊന്നൂസിനെ. നമ്മള് ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പൊ അതുമായിട്ട് ചെറിയൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നമുക്കുണ്ട് പരിപാടി, നമ്മൾ നോക്കാറുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ കറണ്ട് ഇല്ലാത്ത ഫ്ലാഷ് അടിക്കാന്ന് വെച്ചാൽ ആദ്യം. ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഓക്കെ, ശരി. എന്നിട്ട് ചോറിനോട്ടെ. ഓക്കെ. കേട് വന്നിട്ട് ഇതാ കുറച്ച് നേരം ഒന്ന് ഫോണിൽ ഇരുന്നിട്ട് കാണട്ടെ. ഒരു മണിക്കൂറൊക്കെ തന്നെ ഇപ്പോൾ സ്ക്രീൻ ടൈം ഉള്ളൂ കേട്ടോ അവർക്ക്. ഇപ്പോൾ ആദ്യത്തെ പോലെ ഫോണൊന്നും കൊടുക്കാറില്ല രണ്ടാൾക്കും. അപ്പോൾ ഇതാ ഉമ്മോടടുത്ത് ഉള്ളെടുക്കുന്നുണ്ട്. ഉമ്മക്ക് ചെറുതായിട്ട് ജലദോഷം ഉള്ളെടുക്കുന്നുണ്ട് കേട്ടോ. എടുക്കണം എൻ്റെ പൊന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം കുളിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പാക്കൊക്കെ ഇട്ടൊന്ന് കുളിക്കാം. അപ്പോൾ നമുക്ക് കാരണം തിരുമ്പണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നായിരുന്നത്. പക്ഷെ തിരുമ്പാനൊന്നിനും പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും മഴ പെയ്ത് സുയിപ്പാക്കിന്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. കണ്ടോ, അപ്പോൾ പാക്കൊക്കെ ഇട്ടിട്ട് കുളിക്കാം. അതായത് നേരത്തെ കഴിച്ചതിന് ബാക്കി ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും കഴിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് ദിവസം. അപ്പോൾ എന്തായാലും കുളിക്കാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാക്കൊക്കെ ഇട്ടിട്ട് ഇത് മുൾത്താണി വേണ്ടിയിട്ടൊരു പാക്കാണ്. പാക്കൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി പിള്ളേർ അവിടെ കളി തകൃതിയായിട്ട് റൂമിൽ നടക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു കളിക്കുന്നുണ്ട്. എന്ത് സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ സ്ട്രോബെറി അച്ഛനോട് സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടാണ് പറഞ്ഞേക്കണേ. എന്താണ് ഇവിടെ അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞേക്കണേ? അവള് പറഞ്ഞോട്ടാ. അവളും പറയട്ടെ. എന്താ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങുമ്പോൾ സ്ട്രോബെറി ആണ് അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞേക്കണത്. അയ്യോ, ഇവിടെ ബഹളാണ് ഗൈസിന്റെ അമ്മേ. ഇപ്പൊ ഏട്ടന് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാ വിളിക്കണത്. ഏട്ട ഇവിടുന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഇവരെനിക്ക് കേട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇവ മോള് എനിക്ക് ചെവി തരില്ല. സ്ട്രോബെറി കിട്ടിയത് ഐസ്ക്രീം എന്തൊക്കെ ചുമയുണ്ട് മൂക്കിന്നൊക്കെ വരണക്ക്. ഐസ്ക്രീം മൂക്കോട്ടെ. മമ്പറത്തെ തങ്ങളെ ഞാൻ എന്തേ കാണുന്നു. താട്ടനൊക്കെ ഓടി ജീവനും കൊണ്ട് ഓടി. നാളെ എനിക്ക് സന്തോഷമുള്ളൊരു ഡേ ആണ്. സിനിമ പോയിട്ട് മൂടി കിടക്കണോ ഈ വേണ്ട കേട്ടാ. അതിന് കാര്യം സാധാരണ രാത്രി ഏട്ടനും മക്കളൊക്കെയാണ് വിശക്കാറ്. പക്ഷെ എനിക്കാണ് വിശപ്പ്. ഇത് നടക്കില്ല ചേട്ടാ. ഞാൻ കൊടുക്കുമ്പോ ഏട്ടൻ സൗണ്ട് ഉണ്ടാക്കണത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ വേഫർ റോള്. ഇത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ തിന്നുകൊണ്ടിരിക്കും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടയ്ക്ക് ഒരു പെട്ടി തന്നെ ഒരു വലിയൊരു ബോക്സ് തന്നെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ചേട്ടാ. ഓക്കെ, നീ തിന്നിട്ട് വേണം പള്ളി വെച്ചത് കിടന്ന് ഉറങ്ങാൻ.
ഗൈസ്, അപ്പോൾ ഞാൻ രാത്രിയായല്ലോ, നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകണല്ലോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ഡയൽ മൈ ലൈഫിൽ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്കിൻ കെയർ കാണിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് സ്കിൻ കെയറിൻ്റെ റൊട്ടീൻ തന്നെ എനിക്ക് ഒരു 10 സ്റ്റെപ്പോടെ എനിക്ക് കാണിക്കാറുണ്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് സ്കിൻ കെയർ കൊണ്ടുവന്ന ടൈമിൽ കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോകണില്ല. പക്ഷേ ഞാൻ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ബേസിക് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടാവില്ല, അതുണ്ട് എനിക്ക്. അത് പക്ഷെ ഡെയിലി ചെയ്യുമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഞാൻ ഇന്ന ഇതൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് ചെയ്യും. എൻ്റെ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ലിബാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു സീറം യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാല് റീൽസ് എടുക്കലിനോടൊക്കെ കുറച്ച് ആത്മാർത്ഥത കൂടിയ പിന്നെ ഫുള്ള് വെയിലത്താണ് കഴിച്ച് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എത്ര സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമില്ലാത്ത പോലെയാണ് പോണത്. പിന്നെ ഒരു എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. തുടങ്ങി മനസ്സിന്റെ മണിപ്പന്തിൽ അവിടെ ബാക്കിൽ ഇല്ല. ഇതില്ലേ സത്യം പറഞ്ഞത് ഞാൻ എത്ര നാൾ മുമ്പ് മേടിച്ചതെന്നറിയാം. എത്രയോ എനിക്കൊരു ഒരു വർഷം ആവാനായി തോന്നിയാണ് ഇത് മേടിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ എന്താ യൂസ് ചെയ്യാറില്ല. ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കുറെ ആഗ്രഹിച്ച് മേടിച്ച സാധനമായിരുന്നു കേട്ടോ. കാരണം ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഓഫറിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മോനെ ലെനേജിന്റെ സാധനത്തിന് 75 രൂപന്നേ. 2000-ന് മുകളിൽ നിൽക്ക് ലെനേജിന്റെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല പൊന്നൈക്കയില്. പക്ഷെ അത് ഓഫർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മേടിച്ചിട്ട് ഇപ്പൊ എന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സാധനം ഞാൻ മേടിച്ചിട്ട്. പക്ഷെ ഇത്ര നാളായിട്ട് എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. യൂസ് ചെയ്ത് കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കൽ വളരെ കുറവാണ്. പിന്നെ ഇപ്പം ഞാൻ അത് ഇനി ഇരുന്ന് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉപയോഗിച്ച് തീർക്കണം. പിന്നെ എന്താണെന്നറിയോ, ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പില്ലേ നമുക്കിത് പെട്ടെന്ന് അങ്ങനെ ഊറ്റിയിട്ട് ഉപയോഗിക്കാൻ തോന്നില്ല. കുറച്ചെടുക്കാനേ തോന്നുള്ളൂ. ഈ ഏട്ടൻ മനഃപൂർവ്വമാണ് കേസ് കാണിക്കുന്നത്. മനഃപൂർവ്വം. ഞാൻ അവിടെ വ്ലോഗ് എടുക്കണത് കാണാല്ലേ? സുന്ദരി സുന്ദരി വിളിക്കണ്ട, എല്ലാവർക്കും അറിയാൻ സുന്ദരി. പിന്നെ ഒരു മോശം ഇത് ഊറ്റിപ്പിഴിഞ്ഞ് കഴിയാറായിട്ടത് കണ്ടാ അതാണ് അമ്മേനെ അതെ. മോർണിംഗ് പടമുണ്ട്. പക്ഷെ അതിന് 2 മണിക്കൂറിന്റെ ഫിലിം അവാർഡ് കാണുകയും വേണം ഇത് കഴിയാനായിട്ടോ. ഏട്ടാ മനസ്സ് വെച്ചാലാണ് എനിക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു. ശരി എന്നാലും മോനെ അല്ല ഇനി ഞാനല്ലേ പോൺസിന്റെ മോയ്സ്ചറൈസർ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പോൺസ്
കാരണം അത് ഒരുപാട് പേര് നല്ല പറഞ്ഞ് ഒഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവരച്ഛനും മക്കളും എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യാൻ നിന്നാലും അപ്പ അതിൻ്റെ ഇടക്കത് കാണിച്ച് പറഞ്ഞോണ്ടിരിക്കും. ദേഷ്യം വരണ്ടി. പിന്നെ 2.5 ഏക്കർ ന്യൂസ് കിട്ടും. രണ്ടിനും പടപ്പൊരു വീട്ടല്ല കൂടി ഞാൻ കൊടുക്കും. மல்லிப்பூ வச்சு வாடுதே, அந்த வள்ளி நிலா வந்து தேடுதே, നീ എപ്പോ വരെ പോരെന്നെ എപ്പോ. സത്യം പറയാ വ്ളോഗിന് മുന്നിൽ ഇങ്ങനെ ഒന്നും പാടില്ല. പക്ഷെ ഞാൻ കണ്ണാട് നോക്കി നിൽക്കുമ്പോല്ലേ ഇവിടെ വ്ളോഗ് എടുക്കണം ബോധമില്ല എനിക്ക്. കണ്ണാട് നോക്കി ഇരിക്കുമ്പോൾ ഞാൻ നോർമലി ഞാൻ വീട്ടിൽ നിന്നിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ പാടണമൊക്കെ ഞാൻ ഇത് പാടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്കിൻ കെയർ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് സ്കിൻ കെയർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് എപ്പോഴും സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇതൊക്കെ ഞാൻ അടുത്തോടെ ഇതൊക്കെ ഞാനില്ലേ ഏട്ടനും വാങ്ങിക്കൊടുത്ത് ഏട്ടൻ്റെ സ്കിന്നിലും തേച്ച് കൊടുത്ത് ഏട്ടൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കി. 30 ഒരു ദിവസം ചെയ്ത് കണ്ടു, പിന്നെ കണ്ടില്ല. ഞാൻ സ്കിൻ കെയർ പറഞ്ഞു കൊടുത്തിട്ട് അത് ഇന്നും പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ കൊണ്ടുപോകുന്ന ഒരേ ഒരാള് ഇവിടെ മനസ്സിലാവും മാത്രമാണ്. ചേച്ചി പോലും സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. പക്ഷെ മനസ്സിലാവാൻ പക്ക ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ ചെയ്യും. വെറുതെ നമ്മുടെ കിഡ്നിക്ക് എന്താ അസുഖം? അല്ല, ഈ ഏട്ടൻ എന്ന് പറയാം, ഏട്ടന് കുനിറ്റാണ്. ഏട്ടൻ അമ്മേനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ത്രെഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തനെ തൊട്ട് അമ്മ പിന്നെ അമ്മ അതെന്താന്ന് പറയാ, അവരുടെ കാലത്ത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറ്റുന്ന വഴി. ഇപ്പൊ എന്റെ അമ്മയല്ലേ പറയട്ടെ, എന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അച്ഛമ്മയുടെ മൂക്കുത്തി ഉരിച്ചു. പക്ഷെ ഞാൻ വലുതാവേണ്ടി വന്നു എന്റെ അമ്മയ്ക്ക് ആ മൂക്കുത്തി പിന്നെ ഇടാനായിട്ട്. ഞാൻ പിടിച്ച പിടിയാലും ഞാൻ പിടിച്ച പിടിയാലും നിന്നിട്ട് ഞാൻ വലുതായപ്പോ ഞാൻ പിടിച്ച പിടിയാലും നിന്നിട്ട് എന്റെ അമ്മയുടെ മൂക്കുകൊണ്ട് കമ്മിട്ട് കുത്തി ഞാൻ മൂക്കുത്തി ഇട്ടു. അതാണ് മക്കള്. അത് ഇവർക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അപ്പൊ എന്റെ സ്കിൻ കെയർ കഴിഞ്ഞു ഇത്രയുള്ള എന്റെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നാളെ എന്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഗ്ലോ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ എനിക്കിത് ഇതെനിക്ക് ഡോക്ടർ തന്ന മോയ്സ്ചറൈസർ ആണ്. ഡോക്ടർ എഴുതിയ മോയ്സ്ചറൈസർ ആണ്. എന്റെ കൈമയ്ക്ക് ഡോക്ടർ എഴുതിയ മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് പറ്റിയിട്ട് നമുക്ക് സുഖമായിട്ട് നോക്കട്ടെ. അപ്പൊ എന്താ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.